ഇന്ന് ദൈനംദിന ജീവിതത്തിൽ പറയുന്നത് എല്ലാ ദിവസവും ചെറിയൊരു കാര്യത്തെ നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം എന്ന അർത്ഥത്തിലാണല്ലോ പറയുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാര്യം അതിൽ ഇത്രയും അർത്ഥതലങ്ങൾ ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ട്. തത്വചിന്ത എന്ന് പറഞ്ഞാൽ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഇത്രയും ആശയങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. ഗോപുര ദർശനം പാപവിമോചനം പലരും പറയാറുണ്ട്. ഞാൻ തന്നെ ഏതെങ്കിലുമൊക്കെ പ്രഭാഷണത്തില് ഗോപുര ദർശനം പാപവിമോചനം എന്ന് പറയാറുണ്ട്. അത് പറയുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും പോകാറില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഗോപുരം ദർശിക്കണം. വളരെ നല്ല ഗോപുരമുള്ള സ്ഥലങ്ങളുണ്ട്. ആ ഗോപുരം നമ്മൾ കാണണം. ദക്ഷിണേന്ത്യയിലെ ദേവാലയങ്ങളിൽ ഗോപുരങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഗോപുരത്തിനുള്ള പ്രാധാന്യം തീർത്ഥങ്ങൾക്ക് ആണ്. അതുകൊണ്ട് തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ എത്തുമ്പോൾ ആ ഗോപുരങ്ങൾക്ക് വലിയ പ്രാധാന്യം. കേരളത്തിലെ ഗോപുരങ്ങൾ പൊതുവെ കുറവാണ് ഇത് അപേക്ഷിച്ച്. ഒരു തവണ ഒരു തമിഴ്നാട്ടിലെ ദേവാലയത്തിൽ വലിയൊരു ഗോപുരത്തിന്റെ താഴെ ഞാൻ ആ ഗോപുരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ തമിഴ്നാട്ടുകാർ രണ്ടുപേര് അവർ ഉച്ചയ്ക്ക് കഴിച്ച ആഹാരത്തിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് ഇന്നോടത്തിൽ ഇന്ന സദ്യ ഉണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞു വരുമ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. മുന്നോട്ട് ഗോപുര ദർശനമാണല്ലേ തമിഴിലാ ചോദിച്ചത്. എവിടെ സ്ഥലം തമിഴിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു കോഴിക്കോട്. അപ്പൊ വേറൊരാളുടെ കോഴിക്കോട് ആന്ധ്ര സ്റ്റേറ്റിലാണ്. അവര് തമ്മിൽ പറയാണ്, ഒരാൾക്ക് അറിയില്ലാച്ചിട്ട് വേറെ ആൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഈ ഗോപുര ദർശനത്തിന്റെ ഇതിലായതുകൊണ്ട് പക്ഷെ അവരോട് പറഞ്ഞു, അവരെ കളിയാക്കുന്നില്ല, കേരളാവിലാണ് കോഴിക്കോട് എന്ന് പറഞ്ഞു. ഈ ഗോപുരം നാം ദർശിക്കുക എന്ന് പറയുമ്പോൾ വളരെ അർത്ഥങ്ങളുണ്ട്. ഉയരങ്ങളിലേക്ക് ഒന്ന് നോക്കണം നമ്മൾ എപ്പോഴും. താരതമ്യേന വലിയ ഉയരമില്ലാത്ത ചില ഗോപുരങ്ങളുണ്ട് ചില സ്ഥലങ്ങള്. എന്നിരുന്നാലും മൂകാംബിക ക്ഷേത്രത്തിന്റെ അവിടെയാണല്ലോ പതിവാടി ഞാൻ പോകുമ്പോൾ അവിടുത്തെ ആ വിളക്കുകാരന്റെ താഴെ ആണ് സ്ഥിരമായിട്ട് മണിക്കൂറുകളോളം നിൽക്കുക. കേരളത്തിലെ പല എഴുത്തുകാരും അവിടെ വന്നിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നാം ഒന്ന് ഉയരങ്ങളിലേക്ക് നോക്കണം. നമുക്ക് ഇങ്ങനെ ആയാൽ മതിയോ? കഴിഞ്ഞ കൊല്ലം കണ്ട ഒരാള് എന്നെ കാണുന്നു, അയാൾ അവിടെ തന്നെ നിൽക്കുക, അങ്ങനെ പറയിപ്പിക്കാൻ പാടുമോ? എൻ്റെ ഒരു ബന്ധുക്കാരൻ എന്നെ കുറിച്ച് പറയണ ഒരു മാറ്റൂല, പണ്ടത്തെ മാതിരി തന്നെ, താനീ കച്ചറ പിടിച്ച ശീലം. ചിലപ്പോ കച്ചറ പിടിച്ച ശീലമുണ്ടെങ്കിലും അതിന്ന് മാറ്റി ഉയരങ്ങളിലേക്ക് നമുക്ക് വരണ്ടേ? ഉയരങ്ങളിലേക്ക് നമ്മൾ കയറണ്ടേ? കുട്ടികളോട് പറയാണ്, ഉയരത്തേക്ക് നോക്കൂ. അച്ഛൻ വളർത്തുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി വിവരം കൂടുന്നൊരു ചൊല്ലുണ്ട്. മിക്കവാറും അമ്മമാരാണ് കുട്ടികളെ വളർത്തുക. അച്ഛൻ എടുത്തും കൊണ്ട് നടക്കണം കുട്ടികളെ. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു എന്താ, അമ്മയ്ക്ക് കുറെ ക്ഷീണവും കാര്യങ്ങളുണ്ട്, അപ്പൊ ഒരു സിനിമ കാണാൻ പോവാച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയും കൊണ്ട് പോയേ പറ്റൂ. അപ്പോൾ പിതാക്കന്മാരാണ് കുട്ടികളെ എടുക്കുക. ആ ഒരു അർത്ഥം എന്നാണ് ഞാൻ വിചാരിച്ചത്.
അല്ല. അമ്മ കുട്ടിയെ എടുത്തിട്ട് ഒക്കത്ത് വെക്കുകയോ തോളത്തിടുകയോ ചെയ്യുമ്പോൾ അച്ഛന് അമ്മയേക്കാൾ കുറച്ച് ഉയരം ഉണ്ടാവും. എങ്ങനെ പോയിരുന്നാൽ ശരി. ഉയരക്കുറവ് എന്നുള്ള തോന്നിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിലും ഭർത്താക്കന്മാർക്ക് അവരെക്കാൾ കുറച്ചും കൂടിയൊക്കെ ആണുങ്ങൾക്ക് ഉയരം ഉണ്ടാവും പൊതുവെ. അപ്പൊ അവര് തോളത്തിടുമ്പോ ഈ കുട്ടി കുറച്ചും കൂടി ഉയർന്ന ലോകമാണല്ലോ കാണുന്നത്. ഇതൊരു തത്വം പറയാനായിട്ട് പറയാൻ കേട്ടോ. ഇതാ അത്ര വലിയ കാര്യം ചിന്തിക്കരുത്. ഒരു പടി കയറുകയാണ് പർവ്വതത്തിന്റെ മുകളിലേക്ക്. കുറച്ച് കൂടുതൽ കയറിയാൽ നമ്മൾ കാണുന്നതിനൊക്കെ കാഴ്ച കാണുന്നുണ്ട്. നമ്മൾ പർവ്വതത്തിന്റെ 10ാമത്തെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ആ വീക്ഷണമല്ല 12ാമത്തെ അടിയിൽ നിൽക്കുമ്പോഴും അയാൾ പറയും എന്തൊക്കെ കാണാനല്ലോ, ഇവിടെ നോക്കുമ്പോൾ സമുദ്രം കാണാനുണ്ട് എന്ന് പറയും. ഇതിനെയാണ് ഗോപുര ദർശനം. ഗോപുര ദർശനം വരുമ്പോ പാപവിമോചനം വരും. അത് തീർച്ചയാണ്. എന്താ പാപവിമോചനം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറെ പാപങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ കൂടെ ഉള്ള അതേ ഒരു കുട്ടി ചിലപ്പോ എന്നെ കുറിച്ച് പറയും, ഇവനല്ലേ 2-3 വയസ്സുള്ളപ്പോ ഞാനും ഇവനും കൂടി കളിക്കുമ്പോ ഞാഞ്ഞൂളിനെ ഈർക്കലെ കോർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ, ഇനി നീ വലിയ വർത്താനം പറഞ്ഞ കേട്ടോ, വീടാന്നൊന്നും കേൾക്കണ്ട, കോർത്തിട്ടുണ്ടാവും ഉണ്ടെന്ന് പറയല്ല കേട്ടോ. അതിവിടുന്ന് ഉയരണം. ഇതാണ് ഗോപുര ദർശനം. അല്ലാതെ ഈ ഗോപുരത്തിന്റെ മുകളിൽ നോക്കുകയല്ല. മനുഷ്യന് എന്തൊക്കെയാവാം. പാപവിമോചനം എന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ ചെയ്ത കർമ്മങ്ങളെ നമ്മൾ ബാധിക്കുകയാണ്. പാപം എന്ന് പറഞ്ഞാൽ ജീവികളെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, റിയാക്ഷൻ ഉള്ള കർമ്മം അതൊക്കെ അതിൽ വരും. ഏത് കാര്യം നന്മ ചെയ്താൽ അത് അനുഭവിക്കാനായിട്ട് ഞാൻ ജനിക്കേണ്ടി വരും. അത് വലിയ കേമാവെന്ന് പറയുന്നത്. നന്മ ചെയ്താൽ, നന്മ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും. ധാരാളം പേര് നമ്മളെ കാരണമില്ലാതെ സ്നേഹിക്കും, ആരാധിക്കും. വിശ്വസിച്ച് കാര്യമൊന്നുമില്ല. അവര് ഭാഗ്യവാന്മാർ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറച്ച് ആ മുഴുവൻ ബെനിഫിറ്റും നമുക്ക്. ആയിരക്കണക്കിന് ആളുകൾ കൂടിയിട്ട് പൊരി വെയിലത്ത് പാറ പൊട്ടിച്ച് പാലം പണിത് അത് വീണ്ടും വീണ്ടും രാത്രിയും പകലും പണിക്കാർ ജോലി ചെയ്ത് കോടികളൊക്കെ ചെലവാക്കിയിട്ട് പാലത്തിന്റെ ഉദ്ഘാടനം ചെയ്ത ആള് കെ ശങ്കുണ്ണിക്കുട്ടി എന്നൊരു ബോർഡ്. അയാളാ പാലം കാണുന്ന അപ്പളാ. എക്കാലവും ശങ്കുണ്ണിക്കുട്ടി ഉദ്ഘാടനം ചെയ്ത പാലം എന്നുള്ള പേര്. അതും കേട്ട് അവിടെ വന്നു, റിബൺ കെട്ടിയിരിക്കണം, ഒരു തളികയിൽ കത്തിരി ഇരിക്കണം. ആ കത്തിരിനെ എടുത്തിട്ട് ഇതായിട്ട് മുറിച്ചാൽ മതി. അയാൾ ചെയ്ത പണിയാൽ എത്ര കുറവാ. ഈയിടെ കത്തിരി മുറിക്കാൻ ഒരാൾക്ക് അങ്ങനെ വയ്യാതെ കയ്യിന് പറയൽ വന്നപ്പോ അത് സഹായിക്കുക, ആ റിബൺ പിടിച്ചു കൊടുത്തിട്ട് മുഴുവൻ പേരും കിട്ടുമ്പോ അയാളുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. പാപം എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം ഇതിൽ വരുമ്പോ പാപങ്ങളിൽ നിന്ന് 100% മോചനം വേണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കർമ്മം ചെയ്തിട്ടില്ല, ഈ കർമ്മം ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് പാപവിമോചനം എന്ന് പറയുന്നത്. ഈ തത്വചിന്ത നമുക്ക് എപ്പോ വേണം? ഗോപുര ദർശനത്തിന് വേണം. അനവധി ഗോപുരങ്ങള് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ദർശിച്ചിട്ടുണ്ട്. കൂടെ ഉള്ളവർക്ക് ഇപ്പൊ ഒന്നും അറിയണ്ട, അവര് അവിടെ പ്രസാദം കൊടുക്കേണ്ട നേരമായി. കൂടെ ഉള്ളവർ പറയും ഇപ്പൊ ക്യൂ നിന്നാലേ നമുക്ക് പ്രസാദം കിട്ടുള്ളൂ, ആ പ്രസാദം കിട്ടണം എന്ന് ഒരാൾ പറയും. വേറൊരാൾ പറയും മറ്റേ ഹോട്ടലിൽ 12:30 ചോറ് തീരുട്ടോ, ഇപ്പൊ പോയി കഴിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ചിന്തിക്കണം, എങ്ങനെയൊക്കെ ഉയരാം. പുരാണ കഥാപാത്രങ്ങള് എന്തെല്ലാം അത്ഭുതങ്ങൾ ഇവർ കാണിച്ചു. നമുക്ക് എന്താ പറ്റില്ലേ? അവര് കാണിച്ച അത്ഭുതം നമുക്ക് കാണിച്ചുകൂടെ? ശ്രീരാമനെ പോലെ മര്യാദ പുരുഷോത്തമനാവാൻ ശ്രീരാമന് മാത്രമേ പറ്റുള്ളൂ. ആര് പറഞ്ഞു? നമുക്ക് പറ്റില്ലേ?
കൃഷ്ണനെ പോലെ മമതയില്ലാതെയും ചില സമയത്ത് മമത കാണിച്ചും കൊണ്ടും ജീവിക്കാൻ നമുക്ക് പറ്റില്ലേ? അതെങ്ങനെ പറ്റും? അതൊക്കെ പുരാണ കഥാപാത്രമല്ലേ? അത് നമ്മളിലില്ലേ? പുരാണത്തിലെ കഥാപാത്രമാണ്. ഇത് ഭാരതത്തിലെ കാര്യമല്ലേ? ഭാരതത്തിലെ കാര്യം വെച്ചാൽ എനിക്ക് കോഴിക്കോട് 20 സെന്റ് സ്ഥലമുണ്ട്. അത് ഭാരതല്ലേ? അല്ല, അത് ഭാരതത്തിൽ കണക്കാക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ പിടിച്ചു കൊടുത്തു. ശരി, എന്റെ ബോഡി ഭാരതത്തിന്റെ ഒരു അംശമല്ലേ? ഭാരതത്തിന്റെ ഒരു അംശമല്ലേ എന്റെ ബോഡി, ശരീരം? അങ്ങനെയാണെങ്കിൽ നമ്മളിൽ രാമനുണ്ട്, കൃഷ്ണനുണ്ട്. നമ്മൾ രാമനും കൃഷ്ണനും ഉണ്ടെന്നുള്ളത് കുറച്ചും കൂടി ഒരു രീതിയിൽ വ്യക്തമാക്കി തരാം. 24 നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്നു. ഇതെവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം ഈ ശബ്ദങ്ങൾ? ഇന്ന നടൻ ആ നടനെ പോലെ കാണിച്ചു, ഇന്ന നടൻ അതേ ശബ്ദം. അകത്തുനിന്ന് എടുത്തതല്ലേ? 7-8 വയസ്സായൊരു കുട്ടി എത്ര ജീവികളുടെ ശബ്ദമാണ് അനുകരിച്ചത്? ഈ മൊബൈൽ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ കണ്ടതാ. അപ്പൊ ഈ ശബ്ദം എവിടെയായിരുന്നു? ഈ കുട്ടിയിലുണ്ട്. നമ്മളിൽ രാമനും കൃഷ്ണനും ഒക്കെ നമ്മളിലുണ്ട്. അവര് കാണിച്ച സിദ്ധി എന്ന് അവര് വിചാരിച്ചിട്ടില്ല. നമുക്ക് കാണിക്കണമെങ്കിൽ ഉയരങ്ങളിലേക്ക് നോക്കണം. വലിയൊരാളെ നോക്കിയിട്ട് അച്ഛൻ മകനോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടോ നല്ലപോലെ പഠിച്ചാൽ അതേമാതിരി ജീപ്പിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് ഷൈൻ ചെയ്യാം. ഇതാണ് ഗോപുര ദർശനം, പാപവിമോചനം എന്ന് പറയുന്നത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.